പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ എണീറ്റത് തന്നെ ഒരു പുലിക്കുട്ടിയുടെ ഗർജനം കേട്ടിട്ടാണ്. വെളിയിലോട്ട് ഇറങ്ങി നോക്കുമ്പോൾ പടിയില് അവിലും മലരും പിന്നെ കുന്തിരിക്കും. കാര്യം വേറൊന്നുമല്ല, നമ്മുടെ പഴയ പോപ്പുലർ ഫ്രണ്ടിന്റെ പുലിക്കുട്ടി CA റൌഫ് വീണ്ടും ഗർജിച്ചിരിക്കുകയാണ്. പോപ്പുലർ ഫ്രണ്ടിന് ഒരു കാര്യമാണ് ഇവിടുത്തെ അധികാരികളോട് പറയാനുള്ളത്. അറബുകാരന്റെ അറബുശാലക്ക് മുമ്പിൽ കഴുത്ത് നീട്ടിക്കൊടുക്കുന്ന അറബ് മാടുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകർ വേട്ടക്കാരന്റെ മുമ്പിൽ ഗർജിക്കുന്ന പുലിക്കുട്ടികളാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നത് നല്ലതാണ്. അങ്ങനെ ഞങ്ങളെ മുത്തുമണി ഇതാ സെൻട്രൽ ജയിലിൽ നിന്ന് ഇറങ്ങണം. ഞങ്ങളെ മുത്ത് ഗർജനം നമ്മളെ ബേബി സഖാവ് ഗർജിക്കും പോലെയൊന്നുമല്ല, കാര്യമായിട്ടുള്ള ഗർജനമാണ്. ഇസ്രായേൽ വരെ കേൾക്കുന്ന ഗർജനമാണ്. ഇസ്രായേലിന്റെ ഇന്ത്യയിലെ പ്രതിനിധി ഇന്ത്യ ഗവൺമെന്റിനോട് പറഞ്ഞു, ഹമാസിന് പാകിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും ഭീകരവാദികളുമായിട്ട് ബന്ധമുണ്ട്, എന്നാൽ അത് നമ്മൾ നോക്കിക്കൊള്ളാം എന്നാണ് റൌഫ് പറയുന്നത്. നിങ്ങളൊന്നും ഇതിനകത്ത് ഇടപെടണ്ട എന്നാണ്. അപ്പോ ഈ അജിത് ഡോവലിനെയും രാജ്നാഥ് സിംഗിനെയും എസ് ജയശങ്കറെയും അമിത്ഷായൊക്കെ മാറ്റിയിട്ട് നമ്മളെ റൌഫിനെ പിടിച്ചിട്ട് കേന്ദ്രത്തിന്റെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി ആയിട്ട് വെച്ച് നമ്മളെ നരേന്ദ്രമോദി ഭരിച്ചാൽ പോരെ? ഒരു സാധാരണ പൗരനായ റൌഫിന് എങ്ങനെയാണ് വിദേശകാര്യങ്ങളിൽ ഇടപെടാനും അതിനെപ്പറ്റി സംസാരിക്കാനും അതിൽ അഭിപ്രായം പറയാനും ഒക്കെ ഉള്ള സ്വാതന്ത്ര്യം? നമുക്കാർക്കും ആ സ്വാതന്ത്ര്യം ഇല്ല, പക്ഷെ റൌഫിനുണ്ട് കേട്ടോ. പ്രത്യേകിച്ചും ഈ അധികാരങ്ങൾ പതിച്ചു കിട്ടിയിരിക്കുന്നത് നമ്മുടെ ഡൽഹിയിലെ തിഹാർ ജയിലിലെ വാസത്തിന് ശേഷമാണെന്ന് തോന്നുന്നു. എന്തായാലും ഇത്തരം സോഷ്യൽ മീഡിയയിലെ ഇടപെടലുകൾ അദ്ദേഹത്തിന്റെ ജാമ്യത്തെ ദോഷകരമായിട്ട് ബാധിക്കുമെന്ന് പറയുന്നതിനകത്ത് നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ വളരെ ജാഗ്രതയോട് കൂടിയിരിക്കുക. നിങ്ങളുടെ ജാമ്യത്തിലാണെങ്കിലും നിങ്ങളുടെ ഓരോ ചലനങ്ങളും IBയും മറ്റ് ഏജൻസികളും വളരെ ശ്രദ്ധാപൂർവം നിരീക്ഷിക്കുന്നുണ്ട്. ഭാരതത്തിന് അതിന്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് രാജ്യത്തൊരു ഭരണഘടനയുണ്ട്. അതിന്റെ ഭരണഘടനാ സ്ഥാപനങ്ങളിൽ ഇരിക്കുന്ന അധികാരികളുണ്ട്. അവരൊക്കെ ഈ കാര്യങ്ങൾ നോക്കിക്കോളും. പിന്നെ നമ്മൾ വെടിവെച്ചാൽ ഞങ്ങള് നെഞ്ച് കാണിച്ച് വിരിമാറ് കാണിച്ചു കൊടുക്കുന്ന പുലിക്കുട്ടികളാണെന്ന് പറഞ്ഞിട്ട് ഒളിച്ചു നടന്ന് അവസാനം രാത്രിക്ക് രാത്രി പോലീസ് ഓടിച്ചിട്ട് പിടിച്ച് ജയിലിൽ കൊണ്ടടച്ച വ്യക്തിയാണ് ഇദ്ദേഹം. എന്തായാലും റൌഫെ കരുതിയിരിക്കുക. ഇനി എത്ര ദിവസം സ്വാതന്ത്ര്യത്തോടെ പുറത്തിറങ്ങി നടക്കാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കൊക്കെ വളരെ ആശങ്കയുണ്ട്. നിങ്ങളുടെ സംഭാവനകൾ ഇനിയും കേരളത്തിലെ പൊതുസമൂഹം ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. നന്ദി, നമസ്കാരം.